ATM കൗണ്ടറിലേക്കുള്ള പണവുമായി പോയ വാഹനം തടഞ്ഞു നിർത്തി 7 കോടി രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ച സിനിമാ സ്റ്റൈൽ കവർച്ച നടന്ന രണ്ടാം ദിനം 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിലൊരാൾ ഗോവിന്ദരാജനഗർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അപ്പണ്ണ നായക്കും മറ്റേയാൾ കൊള്ളയടിക്കപ്പെട്ട ATM വാനിന്റെ കമ്പനിയായ CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡിലെ മുൻ ജീവനക്കാരനായ മലയാളിയുമാണ്. ഇയാൾ അടുത്തിടെയാണ് ജോലി രാജിവെച്ചത്. ഇരുവരും തമ്മിൽ 6 മാസമായി പരിചയമുണ്ടെന്നും ഏറെ നാളായി ആസൂത്രണം ചെയ്താണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതെന്നും പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച പണം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കവർച്ച നടന്ന സ്ഥലത്തെ മൊബൈൽ ടവറിന് കീഴിലെ മൊബൈൽ നമ്പറുകൾ പരിശോധിച്ചപ്പോഴാണ് കോൺസ്റ്റബിളും മുൻ ജീവനക്കാരനും തമ്മിലുള്ള ബന്ധം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായത്. കവർച്ചാ സമയം ഇരുവരും തുടർച്ചയായി വിളിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇവർ ഫോണിൽ സംസാരിച്ചിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ 19-ന് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ജയനഗർ അശോക പില്ലറിന് സമീപം കാറിലെത്തിയ സംഘം പണവുമായി എത്തിയ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും രേഖകളും പണവും പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഗൺമാനെയും ജീവനക്കാരനെയും പണമടങ്ങിയ പെട്ടികളുമായി കാറിൽ കയറ്റുകയും ജീവനക്കാരെ പാതി വഴിയിൽ ഇറക്കിവിട്ട് പണവുമായി മുങ്ങുകയുമായിരുന്നു. ഇവർക്ക് പിന്നിലുള്ള കൂടുതൽ പേർക്കായി അന്വേഷണം നടക്കുകയാണ്. ചിറ്റൂർ ജില്ലയിലെ തിരുപ്പതിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവരുടെ കാർ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ പ്രതികൾ കടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് 2 പേർ അറസ്റ്റിലായത്. 8 പ്രത്യേക സംഘങ്ങളായാണ് കേസ് അന്വേഷിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി 200ഓളം ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. കൊള്ളക്കാരെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞു. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ഉറപ്പ് നൽകിയിട്ടുണ്ട്.